കുറച്ച് നാൾ മുന്നേ എൻ്റെതിൽ എന്തൊക്കെയോ നേടി എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ ഇങ്ങനെ ഇപ്പോൾ സഞ്ചരിച്ച് കുറേ ഒക്കെ വിഡ്ഢിത്തരങ്ങളാണ് ഞാൻ ചെയ്യുന്നത്, വിഡ്ഢിത്തരായിരുന്നു ചെയ്തിരുന്നത്. എന്ത് ചെയ്യും, നേരത്തെയൊക്കെ പോയ വഴികളൊക്കെ വിഡ്ഢിത്തരങ്ങളായിരുന്നു. ഇപ്പോൾ ആവശ്യമില്ലാത്ത സാധനങ്ങളാണെങ്കിലും ഭക്ഷണ രീതിയാണെങ്കിലും എല്ലാം അങ്ങനെ തോന്നുന്നു. അപ്പോൾ എനിക്ക് ഞാനായി ചെയ്യുമ്പോൾ ഒരു വിഡ്ഢിത്തരം ഫീൽ ചെയ്യുന്നു. അപ്പോൾ എനിക്കതിൻ്റെ കർമ്മവും ചെയ്യണം, ഈ ഭൗതികത്തിൽ കർമ്മം ചെയ്യുകയും വേണം. ഞാനായിട്ട് ചെയ്യുന്നത് ഒരു വിഡ്ഢിത്തരമായിരുന്നു ഇതുവരെ. പക്ഷെ എല്ലാം ഉണ്ടാക്കി എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പിന്നെ ഇടയിൽ വെച്ച് എല്ലാം പോവുകയും ചെയ്തു. അപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ വിഡ്ഢിത്തരമായി മാറണം. അപ്പോൾ എനിക്ക് ഗുരു ചെയ്താൽ മതി. അത് എന്നിലൂടെ അതെങ്ങനെയാണ് എന്ന് പറയാൻ. അത് സാരമില്ല മുത്തേ. എപ്പോഴും ആ ഈശ്വരൻ തന്നെയാണ് നമ്മളിൽ കൂടെ പ്രവർത്തിക്കുന്നത്. നമ്മളിടയ്ക്ക് അഹങ്കാരം എടുത്തതിന് മേളിൽ പ്രതിഷ്ഠിക്കുന്നു. ഞാനാണ് ചെയ്തെന്ന് തോന്നുന്നു. ശ്വാസം പോലും വലിക്കാൻ ഞാനാണുണ്ടോ? പക്ഷെ ഞാനാണ്. ആ ഞാൻ വേറെ, ഈ വ്യക്തിയായിരിക്കുന്ന ഞാൻ വേറെ അല്ലേ? ഞാൻ ശ്വാസം വലിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ? ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓഫാക്കി കളയും ഇല്ലേ? എന്നെ കൊണ്ട് പറ്റുമോ ഉറക്കത്തിലും ഊണിലും ഒക്കെ ഈ ശ്വാസം വലിക്കാൻ? ഹൃദയം എടുപ്പിക്കുന്നത് ഞാനാണോ? ആഹാരം ദഹിപ്പിക്കുന്നത്, സ്വാംശീകരിക്കുന്നത്, ശരീരമാക്കി മാറ്റുന്നത് ഒക്കെ ഞാനാണോ? ഞാൻ തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ ഞാനാണോ? ഞാൻ ഏതാണ്ടൊക്കെ ചെയ്തു, ചെയ്യിച്ചു. ഈ പറഞ്ഞ അടിസ്ഥാന പ്രവർത്തനങ്ങൾ നടക്കാതെ വല്ലതും ചെയ്യാൻ നമുക്ക് യോഗ്യതയുണ്ടോ? വല്ലതും ചെയ്യാൻ നമ്മളെ കൊണ്ടാവുമോ? അപ്പോൾ ഞാൻ ചെയ്തു എന്ന് പറയുന്ന അഭിമാനമൊന്നും കുഴപ്പമുള്ളതായിട്ട് തോന്നുന്നില്ല. ഭൗതിക ലോകത്തിൽ അതൊക്കെ ആവശ്യമുണ്ട്. അല്പം അഹങ്കാരം, അത് അഭിമാന ബോധത്തോട് വേണം. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്താന്ന് പറയുമ്പോൾ ഒരു ബലമില്ലേ? അതിലും കൂടുതൽ കടിച്ചു തൂങ്ങായിരുന്നാൽ മതി. അപ്പം അതുകൊണ്ട് ഞാൻ ചെയ്ത നമ്മളെല്ലാത്തിനും ജനിച്ചു തന്നെ മണ്ടന്മാരായിട്ടല്ലേ? അപ്പം ഞാൻ ഉൾപ്പെടുന്ന സർവ്വതും ജനിച്ചിരിക്കുന്ന തന്നെ മണ്ടന്മാരായിട്ടല്ലേ? അല്ലേ ആരെങ്കിലും വരുമോ കഷ്ടപ്പാടിന് ഇവിടെ? ആദ്യം വരിക, കഷ്ടപ്പെടുക, പിന്നെ മോക്ഷം മേടിക്കുക, പിന്നെ അവിടെ പോവുക. എവിടെ പോണു? അപ്പൊ എല്ലാം ഒരു മണ്ടത്തരമാണ്. അത് കുഴപ്പമൊന്നുമില്ല, നമ്മളൊക്കെ മണ്ടന്മാരാ. അതാ മനസ്സിലാക്കുമ്പോൾ നമ്മൾ മണ്ടന്മാരല്ലല്ലോ. കാര്യം മനസ്സിലായില്ലേ ഞാൻ മണ്ടനാന്ന്? അപ്പൊ ഞാൻ മണ്ടനാണോ? സത്യത്തിൽ ബുദ്ധിമാനല്ലേ? എത്രയോ പേര് കാര്യം മനസ്സിലാക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ആ കാര്യം ഞാൻ മണ്ടനാണ് എന്ന് എനിക്ക് മനസ്സിലായെങ്കിൽ സത്യത്തിൽ ഞാൻ മണ്ടനല്ല. പക്ഷെ മണ്ടനായിരിക്കുന്ന ഒരു സുഖം തന്നെയാണ്. കാരണം നമ്മളെ കൊണ്ടൊന്നും പറ്റുന്നില്ലല്ലോ. ഇനി നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞില്ലേ, പോയിക്കോട്ടെ. അതിപ്പോൾ മനസ്സിലായില്ലേ? ഞാൻ ഉണ്ടാക്കിയായിരുന്നു എനിക്ക് സംരക്ഷിക്കാൻ പറ്റിയേനെ. ഞാൻ ഉണ്ടാക്കിയതല്ലാത്ത കൊണ്ട് തന്നെ എനിക്ക് സംരക്ഷിക്കാൻ പറ്റില്ല, എന്നെ പോയി. അപ്പൊ ഇനി ഞാൻ നേടിയെടുക്കണ്ടേ? ആ, അതിനുവേണ്ടി വീര്യത്തെ ഉണർത്ത്, മിടുക്കനായിട്ട് ധൈര്യത്തോടു കൂടി ആ ജയിച്ച് നേട്. എന്നിട്ട് അറിഞ്ഞ് ത്യജിക്ക്, നേടിയിട്ട് ത്യജിക്ക്. ഇല്ലാത്തത് എന്തോ ത്യജിക്കാൻ നമ്മളിലുള്ളത്? ഒന്നും നമ്മുടെ അല്ലല്ലോ. ഇനി എന്തെങ്കിലും അഹങ്കാരം കൊണ്ടെങ്കിലും നേടിയിട്ട് ത്യജിക്കുമ്പോൾ അതിന് സുഖമുണ്ട് അല്ലേ? ഒരു ധനാഢ്യം പറയുക എനിക്കിനി പണം വേണ്ടാന്ന് പറഞ്ഞാൽ അവനൊരു വിലയുണ്ട്. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ 5 പൈസ എൻ്റെ ഇല്ലാത്ത ഞാൻ എന്നാ പറയാൻ എനിക്ക് പണം വേണ്ടാന്ന്? അത് തന്നെ ഒരു വലിയ മണ്ടത്തരമല്ലേ? അതുകൊണ്ട് മിടുക്കനാവ്. ധനം വേണമെങ്കിൽ ധനം ആർജിക്കുക, പവർ വേണമെങ്കിൽ പവർ ആർജിക്കുക. എല്ലാം ആർജിച്ചിട്ട് ശേഷം ത്യജിക്കുക, എന്നിട്ട് ആസ്വദിക്കുക ജീവിതം. പക്ഷെ നേടാത്തവന് അതിനുള്ള യോഗ്യതയില്ല. അതുകൊണ്ട് നേട്. ഇതാ ഞാൻ പറയുക. ഇത് അപ്പം ഇതിപ്പോൾ നമ്മൾ അറിയാം ഇത് മണ്ടത്തരമാണെന്ന്. പക്ഷെ ഇപ്പോഴും നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ പഴയതൊക്കെ ഓർമ്മിച്ചിട്ട് മനസ്സ് വീണ്ടും ചിന്തകളിലൂടെ വീണ്ടും കടന്നു വരുന്നുണ്ട്. അപ്പം അറിയുന്നുണ്ട് ഇത് മണ്ടത്തരമായിരുന്നു, അറിയാൻ പറ്റുന്നുണ്ട്. മനസ്സിൻ്റെ ഒരു ഇടയിൽ ഇങ്ങനെ പഴയത് കളഞ്ഞു പോയതാണ്, അത് ഇറങ്ങിത്തിരിക്കണ്ട, ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരു പേടിപ്പിക്കലും. പക്ഷെ അറിയുന്നുണ്ട്. ഇത് മനസ്സിന്റെ ഒളിച്ചോടാൻ ഒരു കളിയാവാം. ഞാൻ മണ്ടനാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാത്തിനും മാറി നിൽക്കാൻ ഒരു മനസ്സിന്റെ കളി. മനസ്സ് അവസാനം വരെ നമ്മളെ പറ്റിക്കും. അത് മോക്ഷത്തിലേക്ക് ഇനിയും വേണ്ട, ഇനി മോക്ഷ സാധന അങ്ങ് ചെയ്തേക്കാം. എത്ര നാളൊക്കെ ചെയ്തില്ലേ? അതൊക്കെ മനസ്സിന്റെ കളിയാണ്. ഒരിക്കലും മോക്ഷത്തിന് ആഗ്രഹിച്ച മോക്ഷം കിട്ടില്ല. അതുകൊണ്ട് ഈ പ്രവൃത്തികളിൽ നിപുണനാവുക. എന്തു വേണേ ആയിക്കോട്ടെ. ഇനി ഞാൻ തോക്കാൻ തയ്യാറില്ല. നീ എത്ര തോപ്പിച്ചാലും ഞാൻ തോക്കില്ല. നീ എന്നെ രക്ഷിക്കണം. ആരോട്? ശക്തിയോട്. ദേവിയെ കണ്ടെന്നല്ല പറഞ്ഞേ. നീ എന്നെ രക്ഷിച്ചേ പറ്റൂ. നിനക്ക് ഞാനേ ഉള്ളൂ, എനിക്ക് നീയും. അതുകൊണ്ട് നീ എന്നെ രക്ഷിച്ചേ പറ്റൂ. നിന്റെ സ്വന്തം കൂട്ടുകാരനാ, അല്ലെ കൂട്ടുകാരിയാ നീ എൻ്റെ, അല്ല നീ എൻ്റെ അമ്മയാ. ഏത് ഭാവത്തിൽ വേണേ കാണാം. ഏത് ഭാവത്തിൽ കണ്ട് അവളോടൊപ്പം അവിരമിച്ചുകൊണ്ട് കർമ്മം ചെയ്യും. രക്ഷിക്കേണ്ട അവളുടെ ജോലിയായിത്തീരും. അപ്പം പറഞ്ഞില്ലേ, ഞാനല്ലോ നീയല്ലേ ചെയ്യുന്നത്, പിന്നെന്ത് പ്രയാസം? ഗുരു സ്ത്രീയും പുരുഷനുമാണ്.
ഉം. ഗുരു സമ്പൂർണ്ണമാണ്. അതിൽ ഗുരുവിനെ കാണാനും നോക്കിയിട്ടുണ്ടായിരുന്നു എന്താണെന്ന്. അപ്പം അധികം കിട്ടിയില്ല. സ്ത്രീ ദൈവരൂപമാണ് കാണാൻ പറ്റിയത്. ഗുരു എന്ന് ചെറുതായിട്ട്. വെച്ചാൽ ഗു രു എന്നല്ലേ. ഉം. ഗു എന്ന് വെച്ചാൽ ഇരുട്ട്, രു എന്ന് വെച്ചാൽ പ്രകാശതത്വം. ഇരുട്ടെന്ന തത്വം സ്ത്രീയാ. ആ. അപ്പൊ ഗു എന്ന് വെച്ചാൽ സ്ത്രീയല്ലേ, രു എന്ന് വെച്ചാൽ പുരുഷതത്വം. ഉം. ഇനി പുരുഷൻ സ്ത്രീ എന്നൊക്കെ നമ്മൾ ഈ ഫിസിക്കലി വെച്ച് അളക്കുന്ന അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ശക്തി തത്വമാണ് സ്ത്രീ, സ്ഥിരതത്വമാണ് പുരുഷൻ. അപ്പോൾ ഗുരു എന്ന് വെച്ചാൽ ശക്തിയും സ്ഥിരതത്വവും രണ്ടും കൂടെ ചേർന്ന സമ്പൂർണ്ണതയാണ്, പൂർണ്ണതത്വമാണത്. അതാ എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്നത്. അത് നമുക്കറിയുന്നില്ല, നമ്മൾ ഒരു വശം മാത്രമല്ലേ കാണാൻ പറ്റൂ. ഉം. ഒരു നാണയം എടുത്താൽ അതിന്റെ ഹെഡോ ടൈലോ ഏതെങ്കിലും അല്ലേ കാണാൻ പറ്റൂ, ഒരുമിച്ച് കാണാൻ പറ്റില്ലല്ലോ. ഇല്ല. അതുപോലെ ശക്തിയെ കാണുമ്പോൾ ശിവനെ കാണാൻ പറ്റില്ല, ശിവനെ കാണുമ്പോൾ ശക്തിയെ കാണാൻ പറ്റില്ല. എങ്ങനെയാ? ഉം. ഇരുട്ടുള്ളപ്പോൾ വെളിച്ചമില്ല, വെളിച്ചം വന്നാൽ ഇരുട്ടില്ല. പക്ഷെ രണ്ടും ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. ഉം. അപ്പൊ നീ രണ്ടിനെയും കാണും, നീ ആരാ? നീയാണ് പരമേശ്വരൻ, പരമതത്വമാണ് നീ. നിനക്കല്ലേ ഇരുട്ടും വെളിച്ചം കാണാൻ പറ്റൂ. ഒരിക്കലും ഇരുട്ടിന് വെളിച്ചത്തെയോ വെളിച്ചത്ത് ഇരുട്ടിനെയോ കാണാൻ പറ്റില്ല. പറ്റുമോ? ആ, അപ്പൊ നീ അതിലും വലുതാണ്. നീ ശിവനാണ്, നീ അസത്യമാണ്, നീ ആ ബോധമാണ്. അതിൽ ഉറച്ചു നിന്നുകൊണ്ട് ശക്തിയോട് പറ, എന്നെ രക്ഷിക്കണം, നീ എന്നെ രക്ഷിച്ച് എനിക്കിനി മുന്നോട്ട് പോകണം. ഇനി ഞാൻ വീഴില്ല, വീണാലും നീ എന്നെ പിടിച്ചെഴുന്നേപ്പിച്ചോണം. ഞാൻ നടക്കും, ലക്ഷ്യത്തിൽ എത്തുന്നവർ നടക്കും. പക്ഷെ ലക്ഷ്യം വേണ്ടേ? വേണം. ലക്ഷ്യം വെക്ക്, എന്നിട്ട് നടക്കും. ലക്ഷ്യമില്ലാതെ നടന്നാ എവിടെ എത്താനാ? ലക്ഷ്യമില്ലാതെ യാത്ര ശരിയാവില്ല. അതുകൊണ്ട് ആദ്യം വേണ്ട ലക്ഷ്യം തന്നെയാണ്. ലക്ഷ്യം ഉറപ്പിക്ക്, മുന്നോട്ട് നടക്കുക, എന്നിട്ട് നമുക്ക് നോക്കാമല്ലോ. ടാഗോറിന്റെ വാക്കുകൾ ശരിയോ തെറ്റൊന്ന് അപ്പം നിർണ്ണയിക്കാം. കുലുങ്ങാതെ പൗരുഷത്തോടെ ഉണ്ട്, പൂർണ്ണനായി തീരും. ഇവിടെ വന്ന് പോയതിന് ശേഷം ഇത്തിരി ചെറിയ മാറ്റം വന്നത്. അതാണ് പിന്നെ എനിക്കുള്ള യാത്ര തുടങ്ങണം, അതിനാണ് വീണ്ടും വന്നത്. തുടങ്ങിയല്ലോ, ഇനി നടക്ക്. അതാണ് പയ്യപ്പയ്യ നടക്കുന്നു, ഇച്ചിരി ഓടാം നമുക്ക്. അതാണ് ഞാനായിട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു ഉദ്ദേശിച്ചത്. ഞാനായിട്ട് ചെയ്യാന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, മടിയായിക്കൂടാ. ഉം. ഞാൻ ചെയ്യും, പക്ഷെ നീ രക്ഷിക്കണം. അതെ. അത്ര മതി. ഉം. ചെയ്യുന്ന ഞാൻ തന്നെയല്ലേ, ഉം. അതിനൊരു ബലമുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ സൈഡിൽ കൂടെ അങ്ങ് ഒഴിഞ്ഞു മാറും. ഉം. അത് പഴയ ആധ്യാത്മിക ചിന്തയിലൊക്കെ അങ്ങനെയൊക്കെ പറ്റുമായിരുന്നു. കാരണം മനുഷ്യരൊക്കെ കഠിനാധ്വാനികളായിരുന്നു, അവർക്ക് അങ്ങനെ ചിന്തിക്കായിരുന്നു. നമ്മൾ മടിയന്മാരെ, നമുക്ക് അങ്ങനെ ചിന്തിക്കാനുള്ള യോഗ്യതയില്ല. ഉം. ഈ സൈഡിൽ കൊണ്ടുവെക്കുന്നതേ ഉം. അത് ശരിയാവില്ല. ഞാൻ തന്നെ പണിയെടുക്കും, പക്ഷെ നീ എന്നെ രക്ഷിച്ചോണം. വീണാലും നീ എന്നെ പിടിച്ചെഴുന്നേപ്പിച്ചോണം. ഞാൻ നടന്നുകൊണ്ടേയിരിക്കും എൻ്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നവരെ. അതുകൊണ്ട് അവരുടെ ലക്ഷ്യം വെക്കൂ, എന്നിട്ട് നടക്കൂ. ശരിയല്ലേ? ലക്ഷ്യബോധം നടക്കാം, എത്തും, നിശ്ചയമായും എത്തും. റാം. ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, അത് അച്ചീവ് ചെയ്യണം. അതിനുവേണ്ടിയുള്ളൊരു പുറപ്പാട് കുറേ കാലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതുവരെ എത്തപ്പെടുന്നില്ല. ഈ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ടിട്ടില്ല. എത്തും എത്തില്ല എന്നുള്ളത് പിടികിട്ടാതിങ്ങനെ, പിടി തരാതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അതെത്തപ്പെടണം. തീർച്ചയായും എത്തപ്പെടണം. എത്തണമെങ്കിൽ ആദ്യം എന്താ വേണ്ടത്? ആദ്യം സങ്കല്പമാണ്, ഇച്ഛാശക്തി. ഇച്ഛ ഉറപ്പായിരിക്കണം, സംശയം ഉണ്ടാവരുത്. ഒരു സംശയമില്ല, എത്തിയിരിക്കും ഞാൻ, തീർച്ചയായിട്ടും. അത് എത്തിയിരിക്കും. രണ്ട്, സങ്കല്പം കൊണ്ട് മാത്രമായില്ല. രണ്ടെന്താ, അതിനെപ്പറ്റിയുള്ള ജ്ഞാനം വേണ്ടേ? തീർച്ചയായിട്ടും ജ്ഞാനം വേണം. ജ്ഞാനം ഇല്ലാതെ എങ്ങനെ എത്തും? അതിന്റെ വിവിധ വശങ്ങളും അതിന്റെ പ്രാക്ടിക്കലായിരിക്കണം സങ്കല്പം. തീർച്ചയായിട്ടും സങ്കല്പം പ്രാക്ടിക്കലായിരിക്കണം. ഒരു കാലില്ലാത്ത ഉസൈൻ ബോൾട്ടിനെ ഓടി തോപ്പിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുമായിരിക്കും, വല്ല കാറിൽ കയറി ഓടേണ്ടി വരും. അപ്പോൾ അത് പ്രാക്ടിക്കലായിട്ടുള്ള സങ്കല്പമായിരിക്കണം, വേണ്ടേ? അതെ. ആ പ്രാക്ടിക്കലായിട്ട് സങ്കല്പം നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അതിനു വേണ്ടിയുള്ള ജ്ഞാനമാണ്. അതിൻ്റെ വിവിധ വശങ്ങളെ നോക്കണം. എന്ത് വന്നാലും ഞാൻ അവിടെ എത്തിപ്പെടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ എത്തിയിരിക്കും, ജ്ഞാനവും നേടിയിരിക്കും. പിന്നെ വേണ്ട എന്താ? ചുമ്മാ സങ്കല്പിച്ചുകൊണ്ട് വീട്ടിൽ കുത്തിയിരുന്നൊന്നും കാര്യം നടക്കില്ല. പ്രവർത്തിക്കണം. ക്രിയ വേണം. ആ ക്രിയയ്ക്ക് ശക്തി വേണ്ടേ? അപ്പം നല്ല ആരോഗ്യം, അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഇതിനു വേണ്ടി ഓടിക്കൊള്ളുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഏത് സങ്കല്പവും നടക്കും. അതാ പ്രകൃതിയുടെ രഹസ്യം. അല്ലാതെ നമ്മൾ സങ്കല്പിച്ചാൽ മാത്രം നടക്കാൻ പാടില്ല. സങ്കല്പിച്ച് തയ്യാറായിരുന്ന അതിനുള്ള ഓപ്പർച്യൂണിറ്റി പ്രകൃതി കൊണ്ടുവരും, അതിൻ്റെ അറിവും പ്രകൃതി കൊണ്ടുവരും. ലക്ഷ്യത്തിലും എത്തും. ലക്ഷ്യത്തിൽ കഴിയുമ്പോൾ ഡ്രോപ്പ് ആക്കിയേക്കാം, ഡ്രോപ്പ് ആയിക്കോളും, സ്വതന്ത്രമാകും. ഇതാ കർമ്മമാർഗത്തിൽ കൂടെ, കർമ്മയോഗ മാർഗത്തിൽ കൂടെ നമ്മൾ സത്യത്തെ എത്തുന്ന വഴി. അതാണ് എനിക്കിഷ്ടവും. ഒളിച്ചോടി ഒരു ഭീരുവായി കുത്തിയിരിക്കുന്നതിനേക്കാളും മടി പിടിച്ചിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലത് കർമ്മയോഗിയാവുക.
കർമ്മസന്യാസിയല്ല. അതിൻ്റെ കാലം കഴിഞ്ഞു എന്ന് തോന്നുന്നു. കർമ്മയോഗിയാണ്. ഓം